ഇന്നലെ വരെ പ്രതിപക്ഷ നേതാക്കളെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ മോദി ഇന്നു പറയുന്ന വാക്കുകൾ കേട്ടാൽ ചിരി വരും. പ്രതിപക്ഷ നേതാക്കളെ താൻ ശത്രുക്കളെ പോലെ കണക്കാക്കുന്നില്ല എന്നും പ്രതിപക്ഷ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ പുതിയ വാദം. താൻ ആരെയും വില കുറച്ച് കാണുന്നില്ല എന്നും മോദി കൂട്ടിച്ചേർത്തു. അവർ 60-70 വർഷമായി സർക്കാർ രൂപീകരിച്ചു. അവർ ചെയ്ത നല്ല കാര്യങ്ങൾ എനിക്ക് പഠിക്കണം. പ്രതിപക്ഷത്തെ ശത്രുവായി ഞാൻ കണക്കാക്കുന്നില്ല. പരിചയസമ്പന്നരായ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് ക്രിയാത്മകമായ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും തയ്യാറാണ്. തന്നെ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്ന അനുഭവ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്നും മോദി പറഞ്ഞു. അവർക്ക് മാധ്യമങ്ങളോട് എന്തും പറയാം. അത് നല്ലതോ ചീത്തതോ ആകട്ടെ. അവർക്ക് രാജ്യത്തിന്റെ നന്മയ്ക്കായി എന്തെങ്കിലും വാഗ്ദാനം ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. പഴയ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തി നേടണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കാൻ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ പാരമ്പര്യങ്ങളും നിയമങ്ങളും ഉപയോഗിക്കാൻ തനിക്ക് കഴിയില്ല എന്നും മോദി തിരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് പറയുകയുണ്ടായി. മാത്രമല്ല, പരിഷ്കരണത്തിലൂടെയും പ്രകടനത്തിലൂടെയും പരിവർത്തനത്തിലൂടെയും ഒരു മാറ്റം വരുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം BJP നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലഹരണ തീയതിയാണെന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിനും പ്രധാനമന്ത്രി മറുപടി നൽകി. മമത സത്യമാണ് പറഞ്ഞത് എന്നാണ് മോദി വ്യക്തമാക്കിയത്. അവൾ സത്യമാണ് സംസാരിക്കുന്നത്. ഈ സർക്കാർ ജൂൺ 4-ന് അവസാനിക്കണം. തുടർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കണം. സർക്കാരിന്റെ കാലാവധി അവസാനിക്കേണ്ടത് ഭരണഘടനാപരമാണ്. അതിൽ രാഷ്ട്രീയമൊന്നും തന്നെയില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു പുതിയ സർക്കാർ രൂപീകരിക്കും. ഞങ്ങളായിരിക്കും ആ പുതിയ സർക്കാർ രൂപീകരിക്കുക എന്നാണ് പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. താൻ കാശിയിൽ നിന്നാണ് വരുന്നത് എന്നും കാശി അവിനാശിയായതിനാൽ താനും അങ്ങനെയാണ് എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ദൈവം തന്നെ തിരഞ്ഞെടുത്തത് ഒരു ലക്ഷ്യത്തിനാണെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ആ ദൗത്യം പൂർത്തിയാകുന്നതുവരെ താൻ പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. തന്നിൽ വിശ്വാസമുള്ളവരെയും സേവിക്കാതിരിക്കേണ്ടത് തന്റെ കടമയാണെന്നും മോദി പറഞ്ഞു. എനിക്കെതിരെ മോശമായ അധിക്ഷേപങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. നല്ല കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരെയും നിങ്ങൾക്ക് കണ്ടെത്താം. വിശ്വാസം പ്രകടിപ്പിക്കുന്നവരെ വേദനിപ്പിക്കുകയോ നിരാശരാക്കുകയോ ചെയ്യരുതെന്ന് ഉറപ്പാക്കുകയാണ് എന്റെ കടമയെന്നും മോദി ചൂണ്ടിക്കാട്ടി. എന്റെ അമ്മയുടെ വിയോഗത്തിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ദൈവം ചില ദൗത്യങ്ങൾ നിറവേറ്റാൻ അയച്ചതാണെന്ന് ബോധ്യപ്പെട്ടത്. ഈ ശക്തി എനിക്ക് ദൈവം തന്നതാണ് എന്നായിരുന്നു മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തന്റെ യഥാർത്ഥ ദൈവിക ഉത്ഭവത്തെക്കുറിച്ച് ഉദ്ദേശത്തെക്കുറിച്ച് തനിക്കിപ്പോൾ ബുദ്ധനെ പോലെ ബോധ്യമുണ്ട് എന്നും മോദി പറഞ്ഞിരുന്നു. ഇത് കേട്ട് പരിഹാസ വിമർശനവുമായി രാഹുൽ ഗാന്ധി, മമതയടക്കമുള്ള നേതാക്കളും രംഗത്തു വന്നു. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടേക്കുമെന്ന ഭയം ചിലരെ പിടികൂടിയിട്ടുണ്ട് എന്നും അതിനാലാണ് BJP നേതാക്കൾ അർത്ഥമില്ലാത്ത തരത്തിൽ സംസാരിക്കുന്നതെന്നുമായിരുന്നു മമതാ ബാനർജി പറഞ്ഞത്. ഏതായാലും തോൽവി എന്ന ചെറിയ ഭയം BJPയെ ഇന്ന് വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാകാം ഇത്തരം വളഞ്ഞ വഴി മോദി തിരഞ്ഞെടുത്തിരിക്കുന്നത്.